ആൽബത്തിന്റെ മറവിൽ പെൺവാണിഭം. പെൺകുട്ടികൾക്ക് വില 5000 മുതൽ 10000 വരെ. അത് ഞാൻ വെറുതെ വരാൻ പറഞ്ഞു. ചെറിയ ചുമ കൊടുത്തേ. അങ്ങനത്തെ ഒരു പാട്ടാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. ഇത്തരം ബ്രാക്കറ്റുകളുടെ വലയിൽപ്പെട്ടിരിക്കുന്നത് അഭിനയത്തിന്റെ പേരിൽ അവർക്ക് കിട്ടുന്ന തുക തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പെൺവാണിഭ സംഘങ്ങൾ വെച്ചു നീട്ടുന്ന വലിയ തുകയുടെ പേരിൽ അവർ വഴിതെറ്റുന്നു. കോൺഗ്രസിനെതിരെ എം വി രാഘവൻ. അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അവർ നടപടി എടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് മാന്യതയല്ല എന്ന് പറയാം. സീറ്റ് വിഭജനത്തിൽ മാന്യത കാട്ടിയില്ലെന്ന വിമർശനം. കോൺഗ്രസ് ഘടകകക്ഷികളോട് അങ്ങേയറ്റം മാന്യത കാണിച്ചിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടി. PA മുഹമ്മദ് കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് AISF. കമ്മിറ്റിയെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നുവെന്ന് ജസ്റ്റിസ് PA മുഹമ്മദ്. മാധ്യമ വാർത്തകൾക്കെതിരെ കോടതിയെ സമീപിക്കും. വാതുവെപ്പ് വിവാദം വീണ്ടും. ഇന്നലത്തെ ഇംഗ്ലണ്ട് പാകിസ്ഥാൻ 3-ാം ഏകദിനത്തിൽ ഒത്തുകളി നടന്നെന്ന ആരോപണം ICC അന്വേഷിക്കുന്നു. കശ്മീരിൽ വീണ്ടും സംഘർഷം. സുരക്ഷാ സേനയുടെ വെടിവയ്പിൽ ഒരാൾ മരിച്ചു. സൈന്യത്തിന്റെ പ്രത്യേക അധികാരം പിൻവലിക്കരുതെന്ന് കരസേനാ മേധാവി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സെക്സ് റാക്കറ്റ് പുതിയ രൂപത്തിൽ. വീഡിയോ ആൽബത്തിന്റെ മറവിലാണ് ഇത്. 35,000 രൂപ മുടക്കി വീഡിയോ ആൽബം നിർമ്മിക്കാൻ തയ്യാറായാൽ അതിൽ അഭിനയിക്കുന്ന പെൺകുട്ടികളെ നിർമ്മാതാവിന് കാഴ്ചവെക്കുകയാണ് പതിവ്. 10,000 രൂപയാണ് ഈ വാണിഭത്തിന് ഈടാക്കുന്നത്. 100 കണക്കിന് പെൺകുട്ടികൾ ഇരകളായ സംസ്ഥാനത്തുടനീളം കണ്ണികളുള്ള സെക്സ് റാക്കറ്റിനെ കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് വീഡിയോ ആൽബം നിർമ്മാണത്തിന്റെ പേരിൽ പെൺവാണിഭം നടക്കുന്നതായി അറിഞ്ഞതിനെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത്. പ്രബീഷ് എന്ന ആൽബം നിർമ്മാണത്തിന്റെ ഏകോപന ജോലികൾ നിർവഹിക്കുന്ന യുവാവിനെ കുറിച്ച് കിട്ടിയ സൂചനകളിൽ നിന്നായിരുന്നു തുടക്കം. ചില ലഘുചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ജിമേഷ് പൂതേരി ആൽബം സംവിധാനം ചെയ്യാൻ മോഹമുള്ള ഒരാളായി പ്രബീഷിനെ സമീപിച്ചു. ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ആൽബം നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ ഇയാൾ പതുക്കെ പെൺവാണിഭത്തിന്റെ സൂചനകൾ നൽകി. നേരത്തെ പറയാൻ പറ്റോ? അത് മതിയോ? അല്ല അതിന്റെ ഒരു ഈ ഞാൻ പറഞ്ഞ 10 ലക്ഷത്തിന്റെ വരും. അതിന്റെ പേര് നീ? എന്റെ പേര് ലുബീന. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞ് അല്പസമയത്തിനകം ഇമെയിലിൽ ഇയാൾ പെൺകുട്ടികളുടെ ഫോട്ടോകൾ അയച്ചു. പിന്നാലെ ആൽബം ചിത്രീകരണം നടക്കുന്ന ലൊക്കേഷനിലെത്തി ഇയാളെ കണ്ടു. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ഒന്ന് ചെറുതാണ്. അത് ഞാൻ വെറുതെ വരാൻ പറഞ്ഞു. ചെറിയ ചുമ കൊടുത്തേ. അങ്ങനത്തെ ഒരു പാട്ടാണ്. 35,000 രൂപയാണ് വീഡിയോ ആൽബം നിർമ്മാണത്തിന്റെ ആകെ ചിലവ്. പാട്ടും ഇയാൾ തന്നെ തയ്യാറാക്കി നൽകും. സെറ്റപ്പ് എന്ന ഒമനപ്പേരിൽ അറിയപ്പെടുന്ന പെൺവാണിഭത്തിന് 5,000 മുതൽ 15,000 രൂപ വരെ നൽകണം. അപ്പോ പൈസ കാര്യം പറഞ്ഞു. 10 ചെറുത് പിന്നെ വരുന്നുണ്ട്. ചെറുത് വേണമെങ്കിൽ 5 രൂപ കൊടുക്കാം. അതിന്റെ ഫോട്ടോ അയച്ചില്ല. വേറെ ഉണ്ട് ഫോട്ടോ. അത് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ സെറ്റപ്പിൽ എത്ര ആൾക്ക് നടക്കും? അത് പിന്നെ ഒരാളാ പറഞ്ഞോളൂ. നിങ്ങൾക്ക് മാത്രം ഓഡീസർക്ക് മാത്രമേ വാങ്ങിച്ചോളൂ. അഡ്വാൻസ് തുകയായി 2,000 രൂപ ഇയാൾ കൈപ്പറ്റി. കോഴിക്കോട്ടെ ഒരു ലോഡ്ജ് മുറിയിലേക്ക് പെൺകുട്ടികളെ എത്തിക്കാമെന്ന് ഇയാൾ ഉറപ്പ് നൽകി. പറഞ്ഞതുപോലെ അടുത്ത ദിവസം വൈകുന്നേരം ഹോട്ടലിലെ സ്വീകരണ മുറിയിൽ ഇയാളുണ്ടായിരുന്നു. 5,000 രൂപ ഇയാൾ കൈപ്പറ്റി. ലോഡ്ജിന് അകത്തും പുറത്തും ഒളിക്യാമറകളുമായി ഞങ്ങൾ കാത്തിരുന്നു. പെൺകുട്ടികൾ രാത്രിയോടെ എത്തി. കൂടെ മറ്റൊരു ഇടനിലക്കാരനും ഉണ്ടായിരുന്നു. പെൺകുട്ടികളുടെ മുറിയിലേക്ക് കൊണ്ടുപോകും മുമ്പ് ഇയാൾ മുന്നറിയിപ്പ് നൽകി. ആൽബം ഷൂട്ടിംഗ് നടക്കുമെങ്കിൽ മാത്രമേ പെൺകുട്ടികളെ കാഴ്ചവെക്കുകയുള്ളൂ. താരതമ്യേന സൗന്ദര്യം കുറഞ്ഞ പെൺകുട്ടിയെ ആദ്യ ദിവസവും സൗന്ദര്യമുള്ള പെൺകുട്ടിയെ ആൽബത്തിന്റെ ചിത്രീകരണം തുടങ്ങി 2ാം ദിവസവും കാഴ്ചവെക്കാം. പ്രവീഷ് ഉറപ്പ് നൽകി. രാത്രി വീണ്ടും ഹോട്ടലിലെത്തിയപ്പോൾ പെൺകുട്ടി റെഡി. ഒപ്പം ആൽബത്തിന്റെ ഏകോപനക്കാരന്റെ സാന്നിധ്യത്തിൽ പെൺകുട്ടിയോട് സംസാരിച്ച് മൂഡിൽ നിന്നും അടുത്ത ദിവസം വീണ്ടും കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ വിട്ടു. 10,000 രൂപ പെൺകുട്ടിയുടെ പേരിൽ ഈടാക്കുമ്പോൾ തന്റെ കമ്മീഷൻ എത്രയെന്ന് ഇയാൾ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മറ്റേത് ഭാഗത്തു നിന്നും ആൽബങ്ങളിലും സീരിയലുകളിലും അഭിനയിക്കുന്ന പെൺകുട്ടികളെ എത്തിക്കാമെന്ന് ഇയാൾ വാഗ്ദാനം നൽകി. പാലക്കാട്, നിലമ്പൂർ, എറണാകുളം, വയനാട് തുടങ്ങിയ വിവിധ ജില്ലകളിൽ ആൽബങ്ങൾ അഭിനയിക്കാൻ തയ്യാറുള്ള പെൺകുട്ടികൾ തന്റെ കൈവശമുണ്ടെന്നും ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാമെന്നും ഇയാൾ വ്യക്തമാക്കി.
ആദ്യ ദിവസം കഴിഞ്ഞ് ഞങ്ങളെ കാണാതിരുന്നപ്പോൾ കൂടുതൽ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ എത്തിക്കാമെന്ന് ഫോണിലൂടെ വിളിച്ച് വാഗ്ദാനം നൽകുന്നുണ്ടായിരുന്നു. അഭിനയമോഹവുമായി ഇറങ്ങിത്തിരിച്ച സംസ്ഥാനത്തെ നൂറുകണക്കിന് പെൺകുട്ടികളാണ് ഇത്തരം ബ്രാക്കറ്റുകളുടെ വലയിൽപ്പെട്ടിരിക്കുന്നത്. അഭിനയത്തിന്റെ പേരിൽ അവർക്ക് കിട്ടുന്ന തുക തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പെൺവാണിഭ സംഘങ്ങൾ വെച്ചു നീട്ടുന്ന വലിയ തുകയുടെ പേരിൽ അവർ വഴിതെറ്റുന്നു. കോഴിക്കോട് നിന്നും ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഷാജഹാൻ തയ്യാറായി നിൽക്കുന്നു. അതിനു മുമ്പ് തന്നെ സാമൂഹ്യ പ്രവർത്തക കെ അജിതയിലേക്ക് പോകാം. ശ്രീമതി കെ അജിത, തീർച്ചയായും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഷാരിയസ് നായരെ കേരളത്തിന് മറക്കാറായിട്ടില്ല. അതിനു മുമ്പ് തന്നെ സമാനമായ മറ്റൊരു സംഭവം കൂടി. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഇതിനെ നോക്കിക്കാണുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല, വളരെ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ്. സീരിയലിന്റെ പേരിലും ഇതുപോലുള്ള ആൽബങ്ങളുടെ പേരിലും സിനിമാ നിർമ്മാണത്തിന്റെ പേരിലൊക്കെ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ വളരെയധികം പാറ്റേണേജോടുകൂടി എനിക്ക് അഭിപ്രായത്തിൽ രാഷ്ട്രീയ മേഖലയിലും പോലീസ് മേഖലയിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ മേഖലയിലൊക്കെയുള്ള പലരുമായിട്ടും കണ്ണുചേർന്നുള്ള ഒരു വലിയ റാക്കറ്റിന്റെ വലിയ മാഫിയയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്. അതുകൊണ്ടാണ് ഇത്രയും ഓപ്പണായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് പറയാൻ ധൈര്യം വരുന്നത്. ഇത്രയും കുട്ടികളുടെ ഫോട്ടോയൊക്കെ ഇവർ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഒരു പെൺകുട്ടി ഇതിൽ പെട്ടുകഴിഞ്ഞാൽ നിന്നെ ഒരിക്കലും ഈ ഫോട്ടോസ് വെച്ചിട്ട് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും, പരസ്യപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഭീഷണികളും നടത്തിയിട്ട് അവരെ ഈ ഇതിൽ തന്നെ നിലനിർത്താൻ, ഈ റാക്കറ്റിൽ തന്നെ നിലനിർത്താനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യും. അതോടുകൂടി ഈ പെൺകുട്ടി അതിൽ പെട്ടുകഴിഞ്ഞു. ഒരിക്കൽ ട്രാപ്പ് ചെയ്യപ്പെട്ടാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഐസ്ക്രീം പാർലർ കേസിൽ സുനൈനയും നിവാനയും അവർ ആത്മഹത്യ ചെയ്തത്. നമ്മുടെ നജ്മുൽ ബാബുവിന്റെ മകളും മറ്റൊരു പെൺകുട്ടിയും ട്രെയിൻ കയറി ആത്മഹത്യ ചെയ്ത സംഭവം ഇതുപോലെ ഒരു ട്രാപ്പിംഗ് ആയിരുന്നു. അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പോലീസും ഗവൺമെന്റും തയ്യാറുണ്ട്. ഇതുവരെയുള്ള ഒറ്റ കേസും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും പോലീസും ഗവൺമെന്റും എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. വളരെ ശക്തമായിട്ട് തന്നെ ഇതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇത് വളർന്ന് പന്തലിച്ച് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ വളരെയധികം ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. കാരണം പലതരത്തിലുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഏഷ്യാനെറ്റിൽ തന്നെ ഐഡിയാസ് സിംഗർ വന്നിട്ട് അങ്ങനെ ഒന്നുണ്ട്. പിന്നെ അങ്ങനെ പല കുട്ടികൾക്ക് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഓപ്പണിങ്സിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ ആർക്ക് തടയാൻ പറ്റും? അത് തടയേണ്ടതല്ലേ? അത് ആരാ തടയേണ്ടത്? ഗവൺമെന്റ് ആണോ? സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഗവൺമെന്റിന് വളരെ, കാരണം പഴയ കേസുകളൊക്കെ തന്നെ വളരെ നിരുത്തരവാദപരമായി പ്രതികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ പോലെ കൈകാര്യം ചെയ്തിട്ട് ഇപ്പൊ അവർക്കൊക്കെ ഒരു വല്ലാത്തൊരു ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കനത്ത നടപടികൾ ഇല്ലെങ്കിൽ എന്തും അടച്ചു പടരും, യാതൊരു സംശയമില്ല. തിരികെ വരാം ശ്രീമതി കെ അജിത. ഇപ്പോൾ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ഡി ശ്രീദേവി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി ശ്രീദേവി, ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സെക്സ് വീഡിയോ ആൽബത്തിന്റെ മറവിൽ പെൺവാണിഭ സംഘം പ്രവർത്തിക്കുന്നു. എന്നാൽ ഇതിനെ കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായി വിലയിരുത്താൻ കഴിയുമോ? ഒറ്റപ്പെട്ടതല്ല, ധാരാളമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സൈബർ സെല്ലിലേക്ക് ഞങ്ങൾ പല കേസുകളും അയച്ചിട്ടുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്ത സംഭവങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം എന്താണ്? കുറെ കാമഭ്രാമന്മാരെ ഇവിടെ വളർത്തിയെടുത്തത് ആരാണ്? ഇവിടുത്തെ ചാനലുകളും പത്രമാധ്യമങ്ങളും അങ്ങനെ പല മാധ്യമങ്ങൾ തന്നെയല്ലേ ഇവരെയൊക്കെ വളർത്തിയെടുക്കുന്നത്? അവർക്ക് വളം വെച്ചു കൊടുക്കുന്നത് ആരാണ്? അപ്പൊ ഇവരെ നമ്മുടെ സമൂഹത്ത് പോലീസ് വിചാരിച്ചാലോ അല്ലെങ്കിൽ മറ്റ് ജുഡീഷ്യറി വിചാരിച്ചാലോ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ? മനുഷ്യനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞങ്ങളിങ്ങനെ ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ടേയിരിക്കുക. അതാ ഇന്നോ ഇന്നലെ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. ഈ കാമവെറിയന്മാരെയും കാമഭ്രാന്തന്മാരെയും ഇവിടെ വളർത്തി വലുതാക്കി അഡ്വർടൈസ്മെന്റ് കാണിച്ച് അശ്ലീല സാഹിത്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി, പിന്നെ സീഡികൾ ഉണ്ടാക്കി, ബ്ലൂ ഫിലിമുകൾ ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി മനുഷ്യന്മാരെ ചെറിയ കൗമാര പ്രായക്കാരൻ മുതല് വൃദ്ധന്മാർ വരെയുള്ള ആളുകളെ കാമഭ്രാന്തന്മാരാക്കി വളർത്തിയെടുക്കുന്നത് ആരാണ്? ഈ സമൂഹം തന്നെയല്ലേ? അപ്പൊ ആ സമൂഹം മാറാതെ ഇത് എന്ത് ചെയ്യും? ഇത് വളർന്ന് പന്തലിക്കുക. ആർക്കും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരെ